മലയാളത്തിൻ്റെ എക്കാലത്തെയും വൻ ഹിറ്റ് ചിത്രമായിരിക്കുകയാണ് എമ്പുരാൻ. മോഹൻലാൽ നായകനായി പ്രദർശനത്തിനെത്തിയപ്പോൾ 265 കോടിയിലധികം ഗ്രോസ് നേടിയിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. എന്നാൽ മറ്റു ബിസിനസ്സും ഉൾപ്പെടെ 325 കോടി എമ്പുരാൻ നേടിയെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ പോസ്റ്റർ മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിനെ വീഴ്ത്തി മോഹൻലാൽ ചിത്രം വിദേശത്തും ഒന്നാമതെത്തിയിട്ടുണ്ട്. എമ്പുരാൻ 100 കോടി തിയേറ്റർ ഷെയർ വരുന്ന ആദ്യ മലയാള ചിത്രവുമായിട്ടുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കാണിത്. തെന്നിന്ത്യയിൽ 100 കോടി ഷെയർ നേട്ടത്തിലേക്ക് അവസാനം എത്തുന്നത് മോളിവുഡാണ്. ചിത്രത്തിന്റെ ഫൈനൽ ഗ്രോസ് എത്ര വരുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് മോളിവുഡ്. ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായി ചിത്രത്തിലുണ്ട്. 2025 ജനുവരി 26 ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രമോഷന്റെ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഓരോ നടീനടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി 9 മുതൽ ആരംഭിച്ചു. അത് അവസാനിച്ചത് ഫെബ്രുവരി 26 വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി, ഖുറേഷി അബ്രഹാം, പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി 26 എത്തിയത്. ഓരോ ദിവസവും 2 കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ 18 ദിവസം കൊണ്ട് ചിത്രത്തിലെ 36 കഥാപാത്രങ്ങളെ ആണ് പ്രേക്ഷകർക്ക് നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നത്.